കയറിക്കിടക്കാൻ ഇടമില്ലാതെ വയോധിക അന്തിയുറങ്ങുന്നത് ഭർത്താവിൻ്റെ ശവക്കല്ലറയിൽ. തിരുവനന്തപുരം വെള്ളറടയിലാണ് ഈ നടുക്കുന്ന കാഴ്ച. അസുഖബാധയെ തുടർന്ന് കാഴ്ചശക്തി നഷ്ടപ്പെട്ട ലീലയുടെ ദുരവസ്ഥ അധികാരികളും വേണ്ടപ്പെട്ടവരും ഒന്ന് കാണണം. സ്വന്തമായി ഉണ്ടായിരുന്ന വീട് മഴക്കാലത്ത് നിലംപൊത്തി. തലചായ്ക്കാൻ 70 പിന്നിട്ട ലീലയ്ക്ക് പിന്നെ ഇടം ഭർത്താവ് ദേവനേശന്റെ ശവക്കല്ലറയായിരുന്നു. ഒരു ഗതി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരു വീട് വാടകയ്ക്കെങ്കിലും എടുത്ത് കിടക്കൂല. പഞ്ചായത്തിൽ നിന്ന് വീട് തരാമെന്ന് പറഞ്ഞു. അത് ഇത്രയും നമ്പറിൽ കിടക്കണം, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു. തരാമെന്ന് പറയാനല്ല, വന്ന് നോക്കാൻ പോലും ചെയ്യില്ല. ഒരു സൈഡ് ഇടിഞ്ഞ് എല്ലാം ഇരുന്നപ്പോഴും അനങ്ങൂല അവരാരും. 4 മക്കളുണ്ട് ലീലയ്ക്ക്. പോറ്റാൻ 4നും വകയില്ല. ഒരു വീടിനായി വെള്ളറട പഞ്ചായത്തിലെത്തിയെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല. ലൈഫ് പദ്ധതിയിൽ ലീലയ്ക്ക് സ്ഥാനം 450 പേരുകാരിയായി. കണ്ണ് കാണാൻ പറ്റില്ല. എനിക്ക് ഇടുപ്പിന് താഴെ ഒരു വേദന സ്തംഭിച്ചതുപോലെ. 10 ദിവസമെങ്കിലും കയറി കിടന്നുകൊണ്ട് മരിച്ചെങ്കിൽ വീട്ടിന് ആവശ്യം, വേറെ ഒന്നിനും ആവശ്യമില്ല. ഒരു മാടം നനയാതെ കിടന്ന ഒരു മാടം കിട്ടിയെങ്കിൽ മതിയായിരുന്നു. ചികിത്സിച്ചാൽ ലീലയ്ക്ക് കാഴ്ച കിട്ടും. പക്ഷേ ആ ഇരുട്ടല്ല പ്രശ്നം. കയറിക്കിടക്കാൻ ഒരു മുറി വീട് മാത്രമേ ലീലയ്ക്കിന് വേണ്ടൂ. ക്യാമറമാൻ അരുണസാറിനും വിഷ്ണുവിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം.